ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഇന്നും തറവാട്ടത്തെ വിശേഷങ്ങളാണ് കേട്ടോ. തറവാട്ടൊന്നും പോന്നിട്ടില്ല. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ദോശയും കടലക്കറിയൊക്കെയും അപ്പോൾ അതൊക്കെ എല്ലാവരും കഴിച്ച് ഇനിയിപ്പോൾ നമുക്ക് ലഞ്ചിനുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടേനും അപ്പോൾ അതൊക്കെ എടുത്താണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ സാമ്പാറും പിന്നെ മുരിങ്ങയില ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ മുരിങ്ങയൊക്കെ നാത്തൂനും ഇളച്ചി അവിടെ പിന്നെ ഊരി എടുക്കുന്നുണ്ട്. പിന്നെ എന്താ ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ട്. ചോറൊക്കെ വേവാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാമ്പാറിനുള്ള പച്ചക്കറികളൊക്കെ ഒക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാകുമ്പോൾ കറിയൊക്കെ കുറച്ചധികം വേണമല്ലോ. അപ്പോൾ കുറച്ചധികം പച്ചക്കറികളൊക്കെ എടുത്ത് കട്ട് ചെയ്ത് അങ്ങനെ സാമ്പാറൊക്കെ ഉണ്ടാക്കി, അതേപോലെ മുരിങ്ങയില തോരനൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അതൊന്നും ഇപ്പോൾ ഇത്ര കാണിക്കാനും ഇല്ലല്ലോ. സാമ്പാറൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയില്ല. അതേപോലെ മുരിങ്ങൻ്റെ ഉപ്പേരി എല്ലാവർക്കും അറിയും. പിന്നെ ബീഫ് വരട്ടിയതൊക്കെയാണ് കേട്ടോ നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചോറൊക്കെ വിളമ്പി കൊടുത്ത് എല്ലാവരും ചോറൊക്കെ ഇതാ കഴിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇന്നലെ ഇടാനുള്ള വീഡിയോ റെഡിയാക്കണ്ടേനും. പിന്നെ ഞാൻ അങ്ങോട്ട് വീട്ടിലേക്ക് പോന്നിക്കേന് കേട്ടോ. അവിടെ വൈഫൈ ഇല്ലാത്തതുകൊണ്ടേ റേഞ്ചും ഇല്ല. അപ്പോൾ പിന്നെ വീഡിയോ ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ പോയി വീഡിയോ ഒക്കെ ഇട്ടിട്ടാണ് പിന്നെ ഞാൻ വന്നിട്ട് ചോറൊക്കെ തിന്നത്. അങ്ങനെ സാമ്പാറും ചോറൊക്കെ കഴിച്ച് പിന്നെ ചായയൊക്കെ കുടിക്കാൻ കേട്ടോ. ചായക്ക് കടി കേക്ക് ഉണ്ടായിനി. അപ്പം അമ്മ അതാ കേക്കൊക്കെ എല്ലാവർക്കും ഒരുമിച്ച് തരുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പുഴമീൻ കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പം എൻ്റെ കൂട്ടുകാരൻ കൊണ്ടുവന്ന് തന്നതേനി. അപ്പം ഇനി ആ പുഴമീനൊന്ന് നന്നാക്കണം. അപ്പോൾ ഇവിടെ ഞങ്ങളെ വീട്ടിൽ ആർക്കും പുഴമീൻ പറ്റൂല കേട്ടോ. ആർക്കും പറഞ്ഞാൽ ആരും വല്ലാതെ കഴിക്കൂല. ഞാനും ഇപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുഴമീൻ കിട്ടിയപ്പോൾ എൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടല്ലേ ഞാൻ തന്നെയാണ് നന്നാക്കി വെച്ച് കൊടുക്കലൊക്കെ. അപ്പം ഇന്ന് നമുക്ക് എന്തായാലും ആ ഒരു പുഴമീൻ നന്നാക്കിയിട്ട് എന്തായാലും വൈകുന്നേരം വീട്ടിലേക്ക് പോവും. അപ്പോൾ അതും കൊണ്ട് അങ്ങനെ പോവാമെന്ന് വിചാരിച്ചിട്ട് ഏതായാലും വെറുതെ ഇരിക്കല്ലേ. അപ്പോൾ ഞാൻ മീനൊക്കെ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിന് കേട്ടോ. അത് പുറത്തേക്കൊക്കെ എടുത്ത് വെച്ച് ഒരു വാഴൻ്റെലൊക്കെ വെട്ടിക്കൊണ്ടുവന്നാണ്ടേ മീൻ നന്നാക്കുകയാണ്. ഈ മീൻ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല. ഞാൻ പറഞ്ഞ പോലെ എനിക്കും ഉപ്പാക്കും ഭയങ്കര ഇഷ്ടമാട്ടോ. അവിടെ എൻ്റെ കുട്ടികൾക്കും എൻ്റെ ഹസ്ബൻഡിനും അതേപോലെ എൻ്റെ നാത്തൂനും ഇളച്ചിക്കും ആർക്കും പറ്റൂല. അവിടെ ഞങ്ങൾ രണ്ടാളും നല്ലോണം കഴിക്കും. അപ്പം നമുക്ക് എന്തായാലും മീനൊക്കെ നന്നാക്കുക. അത് പിന്നെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാലേ കുറച്ച് ആ വഴുവഴുപ്പൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ. നല്ലോണമാണ് തണുക്കുമ്പോഴേ. അല്ലെങ്കിൽ എന്താ അറിയോ അത് നന്നാക്കാൻ ഗതിയുടെക്കാരം കയ്യിൽ പിടിച്ചുകൊണ്ട് കത്തിയോണ്ട് ചെളിക്കൊക്കെ കളയുമ്പോഴത്തേന് കയ്യിൽ നിന്ന് ചാടും. അങ്ങനെ നല്ല വഴുക്കലേക്കാരം. പിന്നെ അതേപോലെ നമ്മൾ സാധാ മീൻ നന്നാക്കുമ്പോൾ വെള്ളത്തിലിട്ടിട്ടല്ല നന്നാക്കുക. അങ്ങനെ വെള്ളത്തിലിട്ടാലും ഗതിയുടെക്കാരം കേട്ടോ. ആ വഴുവഴുപ്പ് ഒന്നും കൂടെ കൂടുതലാവും. അപ്പോൾ കുറച്ചൊന്നും ഇങ്ങനെ തണുപ്പിച്ചെടുത്താണ് നന്നാക്കുകയാണെങ്കിൽ എളുപ്പം അതിൻ്റെ ആ ഒരു ചെതമ്പലും കാര്യങ്ങളൊക്കെ പോരും കേട്ടോ. അങ്ങനെ ഞാൻ മീനൊക്കെ നന്നാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എന്നെ പോലെ പുഴമീനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ വായിക്കൂടെ പിന്നെ എല്ലാം ഇറങ്ങും. എൻ്റെ മക്കളും ഹസ്ബൻഡൊക്കെ അങ്ങനെ പറയും, അമ്മച്ചിൻ്റെ വായിക്കൂടെ എല്ലാം ഇറങ്ങും എന്ന് പറയും. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇങ്ങനത്തതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ മീനൊക്കെ നന്നാക്കി പിന്നെ അത് കല്ലുമിട്ടിട്ട് നല്ലോണം ഒരതണം. അതിൻ്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കല്ലുമിട്ട് നല്ലോണം ഒരതണം. അപ്പോൾ ആ മീൻ നന്നാക്കി കഴിഞ്ഞപ്പോൾ തന്നെ വൈകുന്നേരം ആയിക്കണം കേട്ടോ. എന്തായാലും അതൊക്കെ നന്നാക്കി പിന്നെ വീട്ടിൽ നിന്ന് പോന്നു. പിന്നെ ചോറിന് കറി ഇമ്മ തന്നിട്ടുണ്ടേനും. ഉച്ചയ്ക്ക് നമ്മൾ ഉണ്ടാക്കിയ സാമ്പാറുണ്ടേനും. പിന്നെ ചോറ് വെക്കണം. അപ്പോൾ ആദ്യം വീട്ടിൽ വന്നിട്ട് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് ഗ്യാസ്മ തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് വന്നോളും. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ മീൻ കറി ഉണ്ടാക്കാം. പിന്നെ മീൻ കറി മാത്രം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, കുട്ടികൾക്ക് പറ്റൂല മീൻ കറി. അപ്പോൾ അവർക്ക് മുട്ട എന്തെങ്കിലുമൊക്കെ പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ കറി ഇമ്മ തന്ന സാമ്പാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അതാ ചോറിനുള്ള വെള്ളം വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ മീൻ നന്നാക്കി കല്ലുമട്ട വരുത്തണമെന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. വീഡിയോ എടുക്കാൻ ആരുമില്ല. ഇനി മക്കളൊന്നും വീഡിയോ എടുക്കാൻ കിട്ടൂല. പിന്നെ സ്റ്റാൻഡിൽ നിന്ന് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കാനോ നീക്കണമെങ്കിലൊക്കെ എൻ്റെ കയ്യുമ്മ മീനും അല്ലേ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ മീനൊക്കെ കഴുകി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് തന്നെയാണ്. പിന്നെ കുട്ടികൾ അതിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് തരുന്നുണ്ട്. പിന്നെ നമുക്ക് പുഴമീൻ കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ അവിടെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാവട്ടെ. മീൻ കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയിൽ ഉണ്ടാക്കണം അല്ലേ. മൺചട്ടിയിലിട്ട് കുടുംബുളിയൊക്കെ ഇട്ടാണ്ട് മീൻ കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ആ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് വയ്ക്കാൻ. അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ ചൂടായപ്പോഴേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കടുക് ചേർക്കലില്ല കേട്ടോ, ഉലുവ മാത്രമേ ഇടലുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ് കേട്ടോ. ചതച്ചൊക്കെയല്ല, നല്ലോണം അരച്ചെടുത്തിക്കണം, നല്ല പേസ്റ്റാക്കി എടുത്തിക്കണം. അപ്പോൾ അതും അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ.
ഈ പുഴമീൻ കറിയും അതേപോലെ ചക്കക്കൂട്ടാനും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ചക്ക ഇപ്പോൾ ഈ ഒരു സമയത്തൊന്നും ഇപ്പോൾ കിട്ടാനില്ല, പിന്നെ ഇപ്പോൾ വൈകുന്നേരം ആയും ചെയ്തിട്ടില്ലേ. അപ്പോൾ എന്തായാലും ഇനി മീൻകറി അല്ല അതേപോലത്തെ പുഴമീനൊക്കെ കിട്ടുമ്പോൾ ഒരു ദിവസം അതിൻ്റെ റെസിപ്പി കാണിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ചക്കക്കൂട്ടാൻ്റെ കൂടെ അങ്ങനത്തെ പുഴമീൻ കറി കഴിക്കുമ്പോൾ. അപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ടേനും പിന്നെ നമ്മൾ അതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ, കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും ചേർത്ത് കൊടുത്തു. 2 തക്കാളി ആട്ടോ ഞാൻ എടുത്തിനത്, അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് തക്കാളി ഒന്ന് നല്ലോണം വെന്തുടഞ്ഞ് വരണം. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ. സവാള ഞാൻ ഈ ഒരു കറിക്ക് ചേർത്തിട്ടില്ല കേട്ടോ. സവാള ചേർക്കണ കാട്ടിലും ചെറിയ ഉള്ളി ചേർക്കണതാണ് നല്ലത്. ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ചെറിയ ഉള്ളിക്ക് പിന്നെ അങ്ങനെ കണക്കൊന്നുമില്ല, എത്ര വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ തൊലി കളയാനൊക്കെ സമയം വേണം. അപ്പോൾ നമുക്കിപ്പോൾ വലിയ ടൈമൊന്നും ഇല്ല ഇനി, അപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ ഇനി കേട്ടോ. അങ്ങനെ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് അടച്ച് വെച്ച് ഇതാ ഒന്ന് തുറന്ന് നോക്കിയപ്പം തക്കാളിയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ ഫസ്റ്റിൽ ചേർത്ത ആ ഒരു വെളിച്ചെണ്ണ ഉണ്ടല്ലോ, വെളിച്ചെണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ അതിലിട്ടിട്ട് ഇളക്കണം. അതിപ്പോൾ ഈ മീൻ കറി അല്ല, ഏത് കറി ഉണ്ടാക്കുമ്പോഴും ഇതേപോലെ മസാല നല്ലോണം എണ്ണയിൽ കടന്നിട്ട് മൂത്ത് വരണം, നല്ലോണം വഴറ്റിയെടുക്കണം. തീ കുറച്ച് കൊടുക്കണം, തീ നല്ലോണം കൂടിക്കഴിഞ്ഞാൽ കരിയും. അപ്പോൾ തീ കുറച്ച് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കട്ടോ. അതിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റി നല്ല ആ വെളിച്ചെണ്ണ അങ്ങനെ തെളിഞ്ഞ് വരുന്ന ആ ഒരു സമയം വരെ വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ മീൻ കറി വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിക്കാരം കേട്ടോ. കളറ് നല്ല ഉഷാറായിട്ടുണ്ടാവും. കറി നമ്മൾ തുറന്ന് നോക്കുമ്പോൾ തന്നെ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ പാകി നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ തന്നെ കാണുമ്പോൾ ഒരു രസമാണല്ലോ ചുമന്നിങ്ങനെ നിൽക്കുമ്പോൾ. അപ്പോൾ ഇതിത്തെ വെള്ളമൊക്കെ ഇപ്പോൾ വറ്റി വന്നിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടുണ്ടായിന് ആ ഒരു പാത്രത്തിൽ ആ ഒരു മിക്സിൻ്റെ ജാറിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് അത് അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ കൊടുമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിന് ഒരു 2-3 എണ്ണം, ചെറിയ കൊടുമ്പുളിയാണ് കേട്ടോ. അപ്പോൾ അതും അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് ചൂടുവെള്ളവും ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഇതിലേക്ക് പച്ചമുളക് ചേർത്തിട്ടില്ലേനും പിന്നെ ഞാൻ 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തിളച്ച് വന്നിട്ട് ഇതാ നമ്മളെ ക്ലീൻ ചെയ്ത് വെച്ച മീനേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ മീനൊക്കെ ഇങ്ങനെ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ മീനക്കൊക്കെ മസാല പിടിക്കാനേ നമുക്ക് പതുക്കെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്നായിട്ട് കുത്തി ഇളക്കി കഴിഞ്ഞാൽ മീനൊക്കെ പൊടിയും പെട്ടെന്ന് വേവും ചെയ്യും, ചെറിയ മീനല്ലേ. അപ്പോൾ ഞാനത് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു മീനുണ്ടല്ലോ പൊരിച്ചിനെക്കാട്ടിലും നല്ലത് ഇതേപോലെ കറി ഉണ്ടാക്കണതാണ് കേട്ടോ. ഇങ്ങനെ കൊടുമ്പുളിയൊക്കെ ഇട്ട് വറ്റിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ്. പറ്റണവർക്ക് കേട്ടോ, പറ്റാത്തവർക്ക് പിന്നെ എങ്ങനെ വെച്ചിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ ഇതാ മീനൊക്കെ തിളച്ചിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടെ ഞാനിതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ വീണ്ടും അടച്ചു വെച്ചു. അപ്പോൾ നമ്മളെ മീൻ കറിയൊക്കെ ഇതാ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഈ മീൻ കറി ഉണ്ട് ചോറിന്. ഇനിയിപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഞാൻ മുട്ട ഉണ്ടേനും മുട്ട പൊരിച്ച് കൊടുക്കുമെന്ന് വിചാരിച്ച് കുറച്ച് സവാള ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ടേനും കേട്ടോ. കുറച്ച് സവാള അല്ല, ഒരു അരമുറി സവാള ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ടേനും. അപ്പോൾ അതൊക്കെ ഒരു ബൗളിൽ ഇട്ട് കൊടുത്ത് ഇനി ഓർക്ക് മുട്ട പൊരിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അൽഹംദുലില്ലാഹ് നമ്മളെ ചാനലിന് ഇപ്പോൾ അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ കുറച്ച് റീച്ച് കുറവേനും അധികം ഞാനും തന്നെ ഡെയിലി വീഡിയോ ഒന്നും ചെയ്യലില്ലേനല്ലോ. ഇപ്പോൾ ഡെയിലി വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ചാനലിന് റീച്ചും കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ്. പിന്നെ അതേപോലെ സബ്സ്ക്രൈബേഴ്സും നമുക്കിപ്പോൾ സബ്സ്ക്രൈബറും കൂടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എത്ര 86K ഒക്കെ ആയില്ലേ. അപ്പോൾ ഒക്കെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ്. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങളെ എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഉൾപ്പെടുത്തും. എല്ലാവരും നിങ്ങളെ പ്രാർത്ഥനയിൽ ഇനി ഉൾപ്പെടുത്തണം കേട്ടോ. പിന്നെ നമ്മളങ്ങനെ വെറൈറ്റി ഫുഡും കാര്യങ്ങളൊന്നും അല്ല ഉണ്ടാക്കുക. സാധാരണ ഒരു വീട്ടിലുണ്ടാക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യലും കേട്ടോ. അപ്പോൾ അത് കാണാനും അതുപോലെ ആ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് നല്ല നല്ല റെസിപ്പീസും കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിൽ കൊണ്ടുവരണം ഇൻഷാ അല്ലാഹ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യോണ്ടിട്ടോ. എന്നാൽ പിന്നെ അതുപോലെ എനിക്ക് വീഡിയോ ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ മുട്ട പൊരിക്കാനുള്ള മിക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ. മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ മീൻ കറി വെന്താണ്ട് ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കഴുകിയിട്ട് കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് ഞെരടിയിട്ടേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതേപോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്താണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ പിന്നെ മീൻകറി ഉണ്ടാക്കിയപ്പോൾ ഫസ്റ്റ് വെളിച്ചെണ്ണ ചേർത്തതാണ്, എന്നാലും കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കട്ടെ നമുക്ക്. അപ്പോൾ എന്തായാലും ഞാനവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട പൊരിക്കാം. അപ്പോൾ മുട്ട പൊരിക്കാനുള്ള ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച്
മുട്ട ഒരു 2 പ്രാവശ്യമൊക്കെ ഇട്ടിട്ട് കുറച്ച് കട്ടിയിൽ അങ്ങോട്ട് പൊരിച്ചാലൊക്കെ മതി കേട്ടോ. പക്ഷേ ഓനക്ക് വലുതാണ് ഓൾക്ക് ചെറുതാണെന്നൊക്കെയുള്ള പരാതി ഉണ്ടാവും ചിലപ്പം. അപ്പോൾ പിന്നെ അതിലാറ് നല്ല ഇങ്ങനെ പൊരിക്കല്ലേ. അപ്പോൾ ഞാൻ ഒക്കെ കൂടെ ഒരു പാത്രത്തിൽ ഒരു ബൗളിലേക്കാണ് ഇട്ടാണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ കയ്യിലോണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഓരോരുത്തർക്ക് ഓരോരോ പീസാക്കി കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ ഞാൻ മുട്ട പൊരിച്ചു കൊടുക്കലവർക്ക്. എനിക്ക് 4 ആളില്ലേ, മുട്ടിക്ക് പച്ചമുളക് ഇട്ടവർക്ക് പറ്റൂല. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇങ്ങനെ അതിൻ്റെ മേലെ കൂടെ അങ്ങനെ ഒന്ന് തൂവി കൊടുക്കും. അപ്പോൾ അങ്ങനെ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ മുട്ടയൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട്. നമ്മളുണ്ടാക്കണ മന്തിയും ബിരിയാണിയൊക്കെ ഉണ്ടല്ലോ, കുറേ കൂട്ടുകാർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല അഭിപ്രായം പറയലുണ്ട് കേട്ടോ. ഇപ്പോഴും എന്നെ പുറത്തുനിന്നൊക്കെ ചില ആൾക്കാരൊക്കെ കാണുമ്പം അറിയുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് പറയലുണ്ട്, എടി മന്തി ഉണ്ടാക്കാൻ ശരിക്കും പഠിച്ചത് എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയല്ലേ. യൂട്യൂബിൽ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, എത്രയോ ആൾക്കാർ വീഡിയോസ് ഇടുന്നുണ്ട്. ഒരുപാട് അത്യാവശ്യം നല്ല വ്യൂസ് ഉള്ള ചാനലൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ചിലരൊക്കെ ചിലത് ഉണ്ടാക്കുമ്പോൾ ചില വീഡിയോ കണ്ടാണ് ഉണ്ടാക്കുമ്പോൾ ഫ്ലോപ്പായി പോവും. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ആയില്ല, എല്ലാവരും കഴിച്ചിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. എന്നിട്ട് ഞാനത് വീട്ടിൽ ഇവരോടൊക്കെ പറയുമ്പോൾ ഇവർ അറിഞ്ഞോട് ഒരു വെറുതെ പറയക്കാരൻ അമ്മച്ചിനെ സുഖിപ്പിക്കാൻ പറയക്കാരെന്നൊക്കെ പറയട്ടോ. അതൊന്നല്ല കേട്ടോ. എന്താ പറയുക, നമ്മളെ വീഡിയോസ് കണ്ടിട്ട് ഉണ്ടാക്കിയിട്ട് ആരും അങ്ങനെ ഒരു മോശം അഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. എന്തായാലും കുട്ടികൾക്കുള്ള മുട്ട പൊരിക്കലൊക്കെ കഴിഞ്ഞ് അതേപോലെ തന്നെ നമ്മളെ മീൻകറിയും ആയിട്ടുണ്ട് കേട്ടോ. മീൻകറിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ കുറച്ച് ചോറ് തിന്നാൻ പൂതിയാവും. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് വിളമ്പിയിട്ടുണ്ട് ഒരു പാത്രത്തേക്ക്. എന്നിട്ട് ഇതാ കുറച്ച് മീനിൻ്റെ ചാറും അതേപോലെ തന്നെ 2 മീനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കുഴച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിക്കാരം. ഈ മീനൊന്നും വേണമെന്നില്ല കേട്ടോ, ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. ആ വെള്ളം കിട്ടിയാൽ മതിട്ട് എനിക്ക്. ഇത് നന്നാക്കാനൊക്കെ കുറച്ച് പാട് തന്നെയാണ്, കുറച്ച് അധികം സമയം വേണം നന്നാക്കാനൊക്കെ. എന്നാലും നന്നാക്കി വെച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ മുന്നിൽ കണ്ടുകൊണ്ട് അങ്ങനെയാണ് നന്നാക്കിയാൽ മതി. അപ്പം അങ്ങനെ ഞാൻ മീനൊക്കെ നന്നാക്കി വെച്ച് ചോറൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനത്തെ മീൻ കുതിച്ചാളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യോണ്ടിട്ടോ. ഇത് എപ്പോഴും കിട്ടൂലല്ലോ. മറ്റേ മീനിപ്പോൾ നമുക്ക് എന്നും നമ്മളെ വാതിക്കൽ കൂടെ വരും, ഇതങ്ങനെ കിട്ടൂലല്ലോ. ഇതിപ്പോൾ ഉപ്പാൻ്റെ കൂട്ടാനും കൊണ്ടുവന്ന് കൊടുത്തേനിട്ട് ഉപ്പാക്ക് പിന്നെ രാത്രി കൊടുക്കാൻ പറ്റിയില്ല, ഉപ്പാക്ക് രാവിലെ കേട്ടോ കൊണ്ടുപോയി കൊടുത്തത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.